Hello beautiful people, welcome to a brand new video of the Pathmakers. So today's video is all about ഇയാളെ കുറിച്ചാണ്. അപ്പോൾ കുറേ പേര് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരൊക്കെ ഇതെന്താ ഈ ചെക്കത്തിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നത് അങ്ങനെയുള്ള കുറേ ഇതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ. അപ്പോൾ ഇതിൻ്റെ ബേസിക് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വർക്കിന് കിട്ടിയിട്ടുള്ള ഒരു വണ്ടിയാണ്. അപ്പോൾ എല്ലാ വർക്കിന് കിട്ടിയിട്ടുള്ള വണ്ടിയും നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരാറോ അങ്ങനെയൊന്നും ചെയ്യാറില്ല. ചിലതൊക്കെയാണ് നമുക്ക് അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സമയം എന്നൊക്കെ കിട്ടാറുണ്ട്. ചിലതൊക്കെ പെട്ടെന്ന് തീർത്ത് കൊടുക്കുന്നതൊക്കെ. അപ്പോൾ നമ്മൾ കസ്റ്റമൈസേഷൻ വർക്ക്സ് ഒക്കെ എടുക്കുന്നുണ്ട്. either it's painting, it's body modifications or it's performance oriented എല്ലാം ചെയ്യാറുണ്ട്. സോ അങ്ങനെ കിട്ടിയ വർക്കാണിത്. അപ്പോൾ ഇതിൻ്റെ നമ്മുടെ ക്ലൈൻറ്റ് എന്ന് പറയുന്നത് പുറത്തുള്ള ആളാണ്. അപ്പോൾ ആൾക്ക് അവിടെ ഇന്നലെ നോക്കിയപ്പോൾ ഒരു ഐഡിയ തോന്നിയതാണ്. അപ്പോൾ അതിന് നമ്മൾ വർക്കൗട്ട് ചെയ്യാന്ന് വെച്ചിട്ടാണ് ഈ ഒരു വണ്ടി എടുത്തിട്ടുള്ളത്. ദിസ് ഇസ് എ 1999 മോഡൽ M80. സോ ഇതിൻ്റെ ഒരു 5 years പേപ്പർ കാര്യങ്ങളൊക്കെ റെഡിയാണ് ഓൾറെഡി വണ്ടിക്ക്. സോ ഇവിടുന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഞാനൊരു കാര്യം കൂടി പറയട്ടെ, ഇത് നമ്മളൊരു റോഡ് സൈഡിലാണ് ആക്ച്വലി നിൽക്കുന്നത്. കാരക്കാടാണ്. ഇപ്പോൾ ഷൊർണൂരുകാർക്കൊക്കെ അറിയുണ്ടാവുമല്ലോ. ഞാൻ അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. നല്ല അടിപൊളി ലൊക്കേഷനാണ്. പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് വണ്ടി പോകും, ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ പോകും. അപ്പോൾ അതിന് നമ്മൾ കട്ട് ചെയ്തിട്ടാണ് സംഭവം ചെയ്യുന്നത്. സോ ഇതിനുള്ളൊരു വർക്ക് എന്ന് പറഞ്ഞാൽ ഭീകരമായിട്ടുള്ള കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഇതിൽ വരാനുണ്ട്. ആൻഡ് ആൾക്ക് ഡെലിവറി ചെയ്യാൻ പ്രത്യേകിച്ച് ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. ആൾക്ക് ഫണ്ടിന് കുറച്ച് ഇഷ്യൂസും ഉണ്ട്. സ്റ്റുഡൻ്റാണ്. സോ നമ്മൾ കുറച്ച് ടൈം എടുത്തിട്ടാവും ചെയ്യുക. ഐ എം ജസ്റ്റ് ഇൻട്രൊഡ്യൂസിങ് ഹിം. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. അതേപോലെ തന്നെ വളരെ കുറച്ച് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 10,000 സംതിങ് കിലോമീറ്റർ അത് ഓടിയിട്ടുള്ളൂ. ആൻഡ് നിലവിലുള്ള കണ്ടീഷനിൽ കുറച്ച് ലിമിറ്റേഷൻസ് എനിക്ക് ആകെ തോന്നിയിട്ടുള്ള ഡബിൾസ് വയ്ക്കുമ്പോഴുള്ള ഒരു ഇത് മാത്രമാണ്. അതർ ദാൻ ദാറ്റ് തന്നെ പോകുമ്പോൾ സിംഗിൾ ഡ്രൈവിൽ സൂപ്പർ ഒരു വേറെ ഫീലിംഗാണ്. നമ്മൾ ചെയ്തൊക്കെ ഓടിക്കുന്ന പോലെ അതൊന്നല്ല. അത് ഇങ്ങനെ ഇരുന്നിട്ട് ഒരു പ്രത്യേക പൊസിഷനിൽ നല്ല രസമുള്ളൊരു ഒരു റൈഡിങ്ങാണ് എനിക്ക് കിട്ടിയത്. ആൻഡ് ഓൾസോ ഐ റിയലി ലവ് ദിസ് വെഹിക്കിൾ റൈറ്റ് നൗ. സോ അതുകൊണ്ട് തന്നെ ഈ സാധനം എടുത്തിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോക്ക്. മാക്സ് ഒക്കെ വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ ഒരു പ്രത്യേക റൈഡിങ് ഫീൽ. അപ്പോൾ കുറേ ആൾക്കാർ ഈ വണ്ടിയും കൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന സമയത്തൊക്കെ ഒരുപാട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത് മറ്റെപ്പോഴും കിട്ടാണ്ടോ, എന്താ അതിൻ്റെ അവസ്ഥ. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ അതേപോലെ വർക്കിന് കിട്ടിയിട്ടുള്ള വണ്ടി എന്നാണ്. എന്തായാലും ഞാൻ ഡ്രൈവിങ്ങിന് എടുത്തിട്ട്, അതായത് 8 ഇടാൻ വേണ്ടി യൂസ് ചെയ്തിട്ട് പിന്നെ യൂസ് ചെയ്യുന്ന ഇപ്പോഴാണ് ഈ വണ്ടി. എനിക്ക് ഒരു ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമായിട്ട് ഈ സംഭവം മാറിക്കൊണ്ടിരിക്കുന്നത്. കാരണം വെച്ചാൽ കുറച്ച് ദിവസം യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് കിടക്കാം. സോ ഇതൊരു 1999 M80 ആണല്ലോ. സോ ഞാൻ പറയും ഒരിക്കലും 1999 M80 എടുക്കരുത്. ഇത് 2016 വരെ ഇറങ്ങിയിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഇതേപോലെ ഒരു വണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ ഉദ്ദേശമുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഏറ്റവും പുതിയ മോഡൽസ് M80 അതായത് ഇവിടെ ഒരു ടൈപ്പ് ഒരു സ്റ്റാൻഡ് പോലെ സംഭവമൊക്കെ ഉള്ള ലെവലിൽ ഉള്ള വണ്ടികളുണ്ട്. അതായത് ഇതിൻ്റെ അപ്ഡേറ്റഡ് മോഡലിൽ അങ്ങക്ക് വരുന്നുണ്ട്. ആൻഡ് മൊത്തത്തിൽ ഇതിൻ്റെ കളർ ചേഞ്ചും വന്നിട്ടുണ്ട്. ഒരു ബ്ലാക്കിഷ് ഒരു ബ്രൗണിഷ് പോലത്തെ ഒരു കളറൊക്കെയാണ് വന്നിട്ടുള്ളത്. സോ അങ്ങനത്തെ മോഡൽ എടുക്കുക. പിന്നെ എന്താണെന്ന് വെച്ചാലും പഴയ മോഡലിലേക്ക് പോകുന്തോറും ഇതിൻ്റെ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ അത് അറിയണ പണിക്കാരുണ്ടെങ്കിലാണ് അത് പണിയാൻ പറ്റുള്ളൂ. നിലവിൽ നമ്മുടെ വന്നിട്ടുള്ളത് എന്ന് വെച്ചാൽ വണ്ടിയിൽ തന്നെ ഇതിൽ കുറച്ച് വയറിങ്ങിൻ്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. കാരണം ഈ പുതിയ മോഡൽ വയറിങ് അല്ല ഇതിൽ വരുന്നത്. സോ പണ്ടത്തെ പണിക്കാർക്കാണ് ഇത് പണിയാൻ പറ്റുള്ളൂ. നമുക്ക് ഇവിടെ ഒരു ബാബുവേട്ടുണ്ട്. ഇവിടെ നമ്മുടെ ചുടുവാലത്തൂർ അമ്പലത്തിൻ്റെ ആർച്ച് ഉണ്ട്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ഏകദേശം ഓപ്പോസിറ്റായിട്ട് നമ്മുടെ ബാബുവേട്ടൻ ചോദിച്ചാൽ അറിയാം, ഇലക്ട്രീഷ്യൻ മൂപ്പരാണ് ഈ വണ്ടിയിൽ കാര്യങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് കിട്ടുമ്പോൾ അതൊക്കെ ചെയ്തു തന്നത്. പിന്നെ ഈ ഒരു ബേസിക് പെയിൻറ്റിങ് ഇതൊക്കെ മാറും. ഈ പെയിൻറ്റിങ് വെച്ചിട്ടല്ല നമ്മുടെ കംപ്ലീറ്റ് വർക്ക് വരുന്നത്. ഇത് ജസ്റ്റ് ടെസ്റ്റിൻ്റെ ബേസിൽ കിട്ടിയിട്ടുള്ള പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ എനിക്ക് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് തോന്നിയിട്ടുള്ള പറഞ്ഞാൽ ഇറ്റ്സ് ജസ്റ്റ് ദ 3.5 ലിറ്റർ ടാങ്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കഴിഞ്ഞു പോയിക്കോളും. അതേപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ടാങ്കിൻ്റെ ഉള്ളിൽ ഒരു കുറ്റിയുണ്ട്. ഞാൻ നോക്കട്ടെ വേറെ വല്ല വീഡിയോസ് അല്ലെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റും. ഈ സാധനത്തിൻ്റെ മേലെ എണ്ണ ഉണ്ടെങ്കിലാണ് ഈ വണ്ടി ഓടുള്ളൂ. പിന്നെ താഴെ എണ്ണ ഉണ്ടെങ്കിൽ ഇത് ഓടില്ല. ഞങ്ങൾ 2 വട്ടം പെട്ടു, 3 വട്ടം പെട്ടുണ്ടായിരുന്നു. അതിൽ ഒരു വട്ടം ഞങ്ങൾ രണ്ടാളുണ്ടായിരുന്നു, ഒരു വട്ടം ഞാൻ തന്നെ പെട്ടു. അപ്പം അങ്ങനെയാണ് അതിൻ്റെ ഒരു കേസ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം തന്നെ പോകുമ്പോഴാണ് ഒരു എന്താ പറയുക ഒരു ജെന്യൂൻ ഒരു ഫീഡ്ബാക്ക് കിട്ടുള്ളൂ, അല്ലെങ്കിൽ സംതിങ് ഡിഫറെൻറ്റ്. പിന്നെ ഇതാണ് ഇതിൻ്റെ ഫ്യൂവലിൻ്റെ ഓൺ ഓഫ് റിസർവ് ഇതിൻ്റെയൊക്കെ സ്വിച്ചസ്. ഇതിൻ്റെ എനിക്ക് മനസ്സിലായിട്ട് ഇതിൻ്റെ ഉദ്ദേശം ഇത് ഇതുവരെ വർക്ക് ചെയ്തിട്ട് കണ്ടിട്ടില്ല ഞാൻ. വണ്ടി നേരെ നിന്ന് പോവാണ് പതിവ്. സോ അതങ്ങനെ. പിന്നെ എൻജിൻ ഇതിൻ്റെ ഉള്ളിലാണ് വരിക. ആൻഡ് ദിസ് ഇസ് എ നോർമൽ സൈലൻസർ. ഇത് OG സൈലൻസർ തന്നെയാണ്. നമ്മൾ ഇതിലൊക്കെ പല സാധനങ്ങൾ ഇതിൽ വരാനുണ്ട്. ഇപ്പോൾ നിലവിൽ ഇത് ക്ലീൻ സ്പെക്കായിട്ട് ഒറിജിനൽ സ്പെക്കിലാണ് ഇത് ഇരിക്കുന്നത് കേട്ടോ. അതുപോലെ
മറ്റു വണ്ടികളുടെ പോലെ തന്നെ ഇതിനും സ്പെയർസ് കിട്ടാനൊക്കെ കുറച്ച് കഷ്ടപ്പാടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ വണ്ടി എടുക്കുന്നതിനെക്കാട്ടും പിന്നെ സ്പെയർ സ്വരൂപിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കൂടി ചെയ്തിട്ട് കസ്റ്റം ചെയ്യുന്ന ആർക്കെങ്കിലും കൊടുക്കുകയായിരിക്കും ബെറ്റർ ഓപ്ഷൻ ഉണ്ടാവുക. കാരണം എന്ന് വെച്ചാൽ ഇത് സോഴ്സ് ചെയ്യാൻ തന്നെ ചിലപ്പോൾ കുറച്ച് ടൈം എടുക്കും. അതേപോലെ തന്നെ നല്ല ഇലക്ട്രീഷ്യൻ ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ സ്വന്തമായിട്ട് പണിയിപ്പിക്കുന്ന, അതായത് നടന്ന് പണിയിപ്പിക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ സോഴ്സ് ചെയ്തതിന് ശേഷം മാത്രം ഇതിലേക്ക് ഇറങ്ങുക. പിന്നെ കൃത്യമായിട്ടൊരു ബഡ്ജറ്റ് ഒരിക്കലും നമ്മൾ ഈ പഴയ വണ്ടികൾ റീസ്റ്റോർ ചെയ്യുമ്പോൾ വെക്കരുത്. ബിക്കോസ് അത് കൂടാനും കുറയാനും ഒക്കെ ചാൻസ് ഉണ്ട്. സോ കൃത്യമായിട്ടുള്ള ബഡ്ജറ്റ് വെച്ചിട്ടൊന്നും വണ്ടിപ്പണിക്ക് ഇത് നല്ല ഒരു വണ്ടിക്കും നമുക്ക് ഇറങ്ങാൻ പറ്റില്ല എന്നുള്ളതാണ് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടുള്ളൊരു കാര്യം. അതിൻ്റെ കേസ് അങ്ങനെയാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് സ്വിച്ചസും കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തി തരാം. ബാക്കിയുള്ള ചാനലിൽ എന്തൊക്കെയാണ് ഇതൊക്കെ മോഡൽ M80 തന്നെ കുറച്ച് വേർഷൻസ്, മേജർ, അതേപോലെ തന്നെ സൂപ്പറില്ലല്ലോ, എന്തൊക്കെയാണ് കുറച്ച് ഇലക്ട്രോണിക്സിനൊക്കെ കൊണ്ട് കുറച്ച് വേർഷൻസ് ഒക്കെ ഉണ്ട്. സോ അതൊക്കെ ഓൾറെഡി ഓൺലൈൻ ഇതിലുണ്ട്, ഗൂഗിളിലൊക്കെ നോക്കി നിങ്ങൾക്ക് കിട്ടും. ഞാൻ പറയുന്ന ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. സോ ഇത് വന്നിട്ട് ഇതിൻ്റെ മീറ്റർ, ഇതിലിപ്പോൾ ജസ്റ്റ് എന്താ പറയുക ടാക്കോ ഓടോ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും അതിലില്ല. ആൻഡ് ഇവിടെ വന്നിട്ട് ഇതൊരു കിൽ സ്വിച്ചാണ് ആക്ച്വലി. ഓക്കെ, സെൽഫൊന്നുമില്ല വണ്ടിക്ക്, കിക്കർ തന്നെയാണ്. പക്ഷേ ഇതൊരു കിൽ സ്വിച്ച്. ഇതാണ് ഇപ്പോൾ ഓണ്, ഇത് ഓഫാണ്. ഇനി ഇത് ഹെഡ്ലൈറ്റിന് സ്വിച്ച് ചെയ്ത് ഓഫാണ്, ഇത് ഓണ്, ഇത് ഹോണ്. പിന്നെ ഇത് ഡിമ്മും ബ്രൈറ്റ്നെസ് സ്വിച്ചസ്, ഇത് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ സ്വിച്ചസ്. ഇതൊക്കെ ഇങ്ങനെ മൗണ്ടഡ് ആയിട്ട് വരുന്നതുകൊണ്ട് അതൊരു പ്രത്യേക ഭംഗിയാണ്. നമ്മൾ എന്താ പറയുക ഒതുക്കിയിട്ടുള്ളൊരു ഡിസൈൻ അന്ന് കാലത്ത് തന്നെ. അതേപോലെ തന്നെ ഈ സംഭവമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചേതക്കിൻ്റെ ഒക്കെ മോഡലിൽ അതിൽ തന്നെ ഇങ്ങനെ ഈ വളച്ചെടുത്തിട്ടുള്ള സംഭവങ്ങളായതുകൊണ്ട് അതിൻ്റെ ഒരു പ്രത്യേക ബ്യൂട്ടി ഉണ്ട്. അത് ചില എന്താ പറയുക പുറത്തും നമുക്ക് ലാംബ്രട്ട അതേമാതിരി ആ സമയത്തുള്ള കുറച്ച് വിൻറ്റേജ് സ്കൂട്ടേഴ്സിലൊക്കെ നമുക്കത് കാണാൻ പറ്റും. സോ നമുക്ക് ഇതിൽ ഉള്ള ഒരു വർക്ക് എന്ന് പറഞ്ഞാൽ പെർഫോമൻസ് ഉണ്ട്, അതേപോലെ തന്നെ പെയിൻറ്റിങ്ങിൻ്റെ വർക്ക് ഉണ്ട്, അതേപോലെ തന്നെ കുറച്ച് ബ്യൂട്ടിഫിക്കേഷൻ വർക്കുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു 3 എണ്ണമായിട്ടാണ് ഇത് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. മുന്നത്തെ മോഡലുകൾ, അതായത് ഏത് വണ്ടിയിലായാലും അത് ചേതക്കായിക്കോട്ടെ, വിജയ് സൂപ്പർ ആയിക്കോട്ടെ, വെസ്പ ആയിക്കോട്ടെ, ഏത് സാധനം ആയിക്കോട്ടെ, ഇതിലൊന്നും പണ്ട് കീസ് ഉണ്ടായിരുന്നില്ല. കീസ് ഒരു നെസറി ഐറ്റം ആയിരുന്നില്ല. അന്ന് തെഫ്റ്റ് കൂടുതലും ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കറിയില്ല എന്താണ് അത് കീ ഒന്നും ഇല്ലാണ്ട് ഇറക്കിയായിരുന്നു. പക്ഷെ നമ്മുടെ വണ്ടിക്ക് കീ ഉണ്ട്. ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ പോകുമ്പോൾ നിങ്ങൾക്ക് വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് ഈവൻ ഗിയറിൽ ഇട്ടിട്ടാവും ചിലപ്പോൾ വണ്ടി തരാം, ഈ ഒരു M80 ഓടിക്കുകയാണെങ്കിൽ. ഇപ്പോൾ M80 ടെസ്റ്റിലില്ല കേട്ടോ, കാര്യം അറിയാമല്ലോ നിങ്ങൾക്ക്. അപ്പോൾ നമ്മുടെ ക്ലയൻറ്റും അങ്ങനെ ഒരു രീതിയിലൊരു വണ്ടി കിട്ടിയപ്പോഴാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ എങ്ങനെയാണ് ജസ്റ്റ് ഒരു M80 എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് ഞാൻ കാണിച്ചത്. ഫസ്റ്റ് നമ്മൾ ഇവിടെയാണ് ഇതിൻ്റെ കീ വരുന്നത്, ഇഗ്നിഷൻ്റെ. അപ്പോൾ അത് ജസ്റ്റ് ഓൺ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് വന്നിട്ട് ഈ സൈഡിൽ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, കട്ട് ചെയ്യാല്ലേ. അതുപോലെ ഈ കീ ഈ ഒരു ഫ്യൂവൽ ഓൺ ചെയ്ത് കൊടുക്കണം. എപ്പോഴും നമ്മൾ 2 സ്റ്റോക്ക് വണ്ടികൾ ഓടിക്കുന്ന സമയത്ത് ഫ്യൂവൽ ആവശ്യമില്ല, വണ്ടി നിർത്തിയിടുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്യണം. അതല്ലാന്നുണ്ടെങ്കിൽ അത് ഓവറായിട്ട് അതിൻ്റെ മേലെ കൂടെ കാർബറേറ്ററിൻ്റെ മേലെ കൂടെ വരികയും വണ്ടി സ്റ്റാർട്ടാവാത്തൊരവസ്ഥയ്ക്ക് ആവുകയും ചെയ്യും. ഇനി നമ്മൾ നേരത്തെ സാധനം ഓഫാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, നമുക്ക് ജസ്റ്റ് ഒന്ന് ഓണാക്കി കൊടുക്കാം. ഓക്കെ, ഇനി നമ്മളിവിടെ കിക്കറുണ്ട് ഈ സൈഡിൽ. നമുക്ക് കിക്കർ അടിക്കാം. അത്ര ഇനി ഗിയർ 3 ഗിയറാണുള്ളത്. ഈ വണ്ടിക്ക് ആക്ച്വലി 3 ഗിയറാണ് വന്നിട്ടുള്ളത്. അത് 1, 2 ആൻഡ് 3 പോണെങ്കിൽ കൊണ്ട് കുറച്ച് വണ്ടി ഓടിച്ചാലേ 3 ആവുള്ളൂ. അങ്ങനെ പക്ഷേ നമുക്ക് ജസ്റ്റ് 1 കേട്ടോ, ഇത്രയും വണ്ടി ഇത്ര ആക്ച്വലി ഇല്ല. ഇത് കുറച്ച് പ്ലേ ഉണ്ട് ഈ വണ്ടിക്ക്. ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ആവും. അതുകൊണ്ടാണ് ഈ പൊസിഷനിൽ ചെറിയ മാറ്റം. സോ എന്താ പറയുക, നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിജയിച്ച ഒരു വണ്ടിയാണ് M80 എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ ഒപ്പം ഹോണ്ടയുടെ ഒരു വണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഐ എം നോട്ട് റിമെമ്പറിങ് ദാറ്റ് നെയിം. അത് ഞാൻ താഴെ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഇടാം. സോ അത് ഫെയിലിയർ ആയിരുന്നു ആക്ച്വലി. സോ പക്ഷേ ഇത് ഈ ഒരു എന്താ ഈ ബജാജിൻ്റെ ബ്രാൻഡ് വാല്യൂ കൊണ്ടാണോ അതോ ഈ വണ്ടിയുടെ റിലയബിലിറ്റി കൊണ്ടാണോ എന്നറിയില്ല, എല്ലാവർക്കും എടുത്തവരൊന്നും ഇന്നത്തെ കാലത്ത് ഇതിനെ പറ്റിയിട്ട് മോശം പറയുന്നില്ല. കാരണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി എടുത്തിട്ട് പോകുമ്പോഴും ഒരു കംപ്ലൈൻറ്റ് ഇല്ലാത്ത വണ്ടി എന്നാണ് ആൾക്കാർ പറയണത്. ആകെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചെറിയ ഫ്യൂൽ ടാങ്ക് ആയതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നന്നായിട്ടുണ്ടാവും. കാരണം എന്താ വെച്ചാൽ നമ്മൾ വിചാരിക്കാത്തപ്പോഴാണ് എണ്ണ കഴിഞ്ഞു പോവുക. സോ ആ സാധനം തുറന്നിട്ട് ഇടയ്ക്ക് നോക്കണം. ഇതിന് ഫ്യൂൽ ഗേജ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ പകുതി മുക്കാൽ വണ്ടികൾക്കും അങ്ങനെ ഇല്ല, നമ്മുടെ മാക്സിനും ഇല്ല, ഒന്നിനും ഇല്ല. സോ അത് യൂസ് ടു ആയിക്കോളും, ഞാൻ ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രം. സോ അതൊക്കെയാണ് ബേസിക്കലി M80. സോ ഈ ഒരു വണ്ടിയുടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ഓർ ക്ലൈൻറ്റിന് ആവശ്യമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ
ജനറലി ആൾക്കാർ മീൻ വണ്ടി എന്ന് പറയുന്ന ഒരു വണ്ടിയിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് എല്ലായിടത്തേക്കും ഈവൺ ഒരു കല്യാണത്തിനോ അല്ലെങ്കിൽ ഒരു ഷോനടക്കം ഇറക്കാൻ പറ്റിയ രീതിയിൽ അല്ലെങ്കിൽ ഒരു വണ്ടി എടുത്തിട്ട് മോശമില്ലാണ്ട് പോകുന്ന രീതിയിൽ മാറ്റുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. സോ വർക്ക് കുറച്ച് ടൈം എടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂപ്പർക്ക് കുറച്ച് ഫണ്ടിൻ്റെ ഇഷ്യൂസ് ഉണ്ട്. സോ കുറച്ച് കാലം നമ്മുടെ കയ്യിലുണ്ടാവും. അത് കഴിഞ്ഞാൽ മൂപ്പർക്ക് ഞാൻ ഹാൻഡ് ഓവർ ചെയ്യാം. എന്തായാലും ഹാൻഡ് ഓവർ ചെയ്യുന്നതിനെക്കാട്ടി മുന്നേ ജസ്റ്റ് ഒരു വീഡിയോ കൂടി എടുക്കുന്നുണ്ട്. ആൻഡ് ഞാൻ നോക്കട്ടെ, പറ്റുവാണെങ്കിൽ ഇതിൻ്റെ പടിപടിയായിട്ടുള്ള സ്റ്റെപ്സായിട്ട് ഇതിനെ എങ്ങനെയാണ് നമ്മൾ മാറ്റി കൊണ്ടുവരാന്നുള്ളതിൻ്റെ വീഡിയോ കൂടി ആഡ് ചെയ്യാൻ ശ്രമിക്കാം. സോ എനിക്ക് അറിയില്ല ഇതെന്താ, കുറേ ആൾക്കാർ ചോദിച്ചു പിന്നെ ഈ വണ്ടിയാണ് ഇപ്പോൾ സെയിലിൻ്റെ ആൾക്കാർ ചോദിക്കുന്നത്. പക്ഷേ എനിക്കറിയില്ല ഇനിയിപ്പോൾ ടൗണിൽ കൂടെ ഒക്കെ ഓടിക്കുമ്പോഴുള്ള ഒരു ഫണ്ട് കൊണ്ടാണോ അതോ സിംഗിൾ ഹാൻഡ് യൂസ് ചെയ്യുമ്പോഴുള്ള എനിക്കറിയില്ല എന്താ സംഭവം എന്ന്. ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഈ വണ്ടി ഇപ്പോഴും അവൈലബിൾ ആണോ, കൊടുക്കുന്നുണ്ടോ, ഈ വണ്ടി കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ. അപ്പോൾ ഈ വണ്ടി എന്തായാലും നമുക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഇത് ക്ലൈൻറ്റ് പറഞ്ഞിട്ടുള്ള വണ്ടിയാണ്, അത് നമുക്ക് വർക്ക് ചെയ്തെടുക്കാനുള്ള വണ്ടിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു MIT ഒക്കെ വർക്ക് ചെയ്യുന്നത്. സോ നമുക്ക് ഓൾറെഡി ഒരു വണ്ടി, ഒരു MIT മേജർ ഒരു 2026 വരെ പേപ്പറുള്ള ഒരു വണ്ടി കൊടുക്കാനുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ, അതിനൊരൊറ്റ പ്രശ്നമുള്ളൂ, ഈ കിക്കറിൻ്റെ ഇത് കംപ്ലൈൻറ്റാണ്. കിക്കർ അടിക്കാൻ പറ്റില്ല, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. അപ്പോൾ അത് നേരെയാക്കാൻ പറ്റുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഫോർവേഡ് ചെയ്ത് തരാം. ജസ്റ്റ് എൻ്റെ താഴെ ഞാൻ എന്നെ കോൺടാക്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ കൊടുത്തേക്കാം. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ബേസിക് തിങ്സ്. നമ്മൾ കസ്റ്റമൈസേഷനും ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഇപ്പോൾ ഇതിപ്പോൾ നമ്മുടെ അടുത്തേക്ക് തരുമ്പോൾ നിങ്ങൾ ഒരു സാധനം മേടിച്ചു കൊണ്ടേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ തന്നെ ചെയ്തോളും. ആൻഡ് നമ്മളെ കൊണ്ട് എല്ലാ വണ്ടിയും ഞാൻ എടുത്ത് പണിയാൻ പറ്റുന്നൊന്നും ഞാൻ പറയുന്നില്ല. നമ്മളെ കൊണ്ട് ഓക്കെ ആവുന്ന വണ്ടികൾ ഏതൊക്കെയെന്ന് വെച്ചാൽ നമുക്ക് പറയാം. ഒരുപാട് മുന്നത്തെ വണ്ടിയാണ് ചിലത് പറ്റായൊന്നുമില്ല, പക്ഷെ എന്താ വെച്ചാൽ ടൈം എടുക്കും. ധൃതി പിടിച്ചിട്ട് ഒരു വണ്ടി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സോ നിങ്ങൾക്ക് വർക്കിൽ പിന്നെ ഒരു പോരായ്മയായിട്ട് നിങ്ങൾക്ക് ഒന്നും തോന്നില്ല. കാരണം നമ്മുടെ വർക്കൊക്കെ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കും. അപ്പോൾ ഗൈസ്, സൈനിങ് ഔട്ട്, ബൈ.